സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഋഷി മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തത്. കാരണം ഋഷി മരണപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ കെവിൻ്റെ സുഹൃത്തുക്കളും ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതല്ലാതെ ഋഷി മരിച്ചതോ അല്ലെങ്കിൽ ഋഷിയെ കുഴിച്ചിടുന്ന രംഗങ്ങളോ ഒന്നും നമ്മുടെ നന്ദൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കെവിൻ പറഞ്ഞ ആ ഒറ്റ കാര്യം വിശ്വസിച്ചുകൊണ്ടാണ് നന്ദൻ ഇത്രയും പേടിക്കുന്നതും. നന്ദനെ രക്ഷിച്ചു എന്നുള്ള പേരിന് എസബെല്ല ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ദേവിയും കൊണ്ട് അത് ജനങ്ങൾക്ക് ദ്രോഹപരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും ദേവിയും കൊണ്ട് ആ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യിച്ചുകൊണ്ട് അച്ഛനും ദേവിയും തമ്മിൽ ഉടക്കിന് കാരണമാക്കുകയും ചെയ്യുന്നത്. അതെല്ലാം ഋഷി മരണപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നന്ദൻ കാട്ടിക്കൂട്ടുന്ന ഓരോ അവിവേകങ്ങളാണ്. അന്നത്തെ ദിവസം മുതൽ ഇന്ന് ഈ ദിവസം വരെയും നന്ദൻ സമാധാനത്തിൽ ഒന്ന് ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ കുടുംബജീവിതം പോലും താളം തെറ്റുന്ന രൂപത്തിലാണ്. എന്നാൽ ഋഷിയേക്കായും കൂടുതൽ പകയാണ് നമ്മുടെ ഇസബെല്ലയ്ക്കും കെവിനും DYSPയ്ക്കും ഉള്ളത്. അതിന് ചിലപ്പോൾ ഇസബെല്ലയ്ക്ക് നന്ദനോട് സ്നേഹമാണ് ഉണ്ടായിരുന്നോ? അത് നിഷേധിച്ച് ദേവിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിനുള്ള വിരോധമായിരിക്കുമോ? എന്തായാലും നമ്മുടെ കെവിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ നന്ദൻ ചതിയിലേക്ക് അകപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പം DYSP വരുന്നുണ്ട് ഇസബെല്ലയും ഋഷിയെയും കെവിനെയും കാണാൻ. ഈ നാടകത്തിൻ്റെ എല്ലാം സൂത്രധാരൻ DYSP ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തായാലും അവരുടെ നാടകം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നന്ദനും ദേവിയും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് പോലും ഇതെല്ലാം ഒരു കാരണമായി മാറുന്നു. എന്തായാലും രാധികയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. തൻ്റെ മകൾ ചന്ദ്രോത്ത് വീട്ടിൽ സന്തോഷത്തോടെയല്ല കഴിയുന്നത്. അവൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. അത് കാരണമാണ് അവൾ എന്നെ വിളിച്ചതെന്ന്. പക്ഷേ ശാരിക അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ശരിക്കും പറഞ്ഞ രാധികയ്ക്ക് പറ്റുന്നില്ല. എന്നാൽ സങ്കടപ്പെട്ട് ദേവിയാണെങ്കിൽ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണ്. അതേസമയം പ്രഭാവതിക്ക് മനസ്സിലാകുന്നു തൻ്റെ വീട്ടിൽ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്നാൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങാൻ തൻ്റെ മകൻ്റെ ഭാവി എന്താകുമെന്നുള്ളൊരു ആദിയിൽ എല്ലാം രഹസ്യമായിട്ട് വെക്കുന്നുണ്ട്. ദേവിയോടും അതുപോലെ സിദ്ധാർത്ഥനോടും സത്യങ്ങൾ മറച്ചു വെക്കുന്നതിൻ്റെ ഭവിഷ്യത്തായിട്ടാണ് കെവിനും ഇസബെല്ലയും ഋഷിയൊക്കെ ഇങ്ങനെ അവരെ ചതിക്കുന്നത്. അതേസമയം ഭാർഗവി ആണെങ്കിൽ ഗൗരിയോട് പറയുന്നു ചന്ദ്രോത്ത് വീട്ടിൽ അരുതാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെയൊക്കെ മുന്നോടിയാണ് ഈ നടക്കുന്ന പ്രശ്നങ്ങളെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. മോളെ, അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? കുറച്ച് ദിവസമായിട്ട് ചന്ദ്രോത്ത് വീട്ടിൻ്റെ താളം ആകെ തെറ്റിയിരിക്കുക. സിദ്ധാർത്ഥൻ സാറിന് ദേവിമോളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഇപ്പം സാറ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ദേവിമോളെയാ. അമ്മ സങ്കടപ്പെടേണ്ട, അധികം താമസിക്കാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പായി തീരുമാനിക്കും. ഇല്ല മോളെ, ഒരു കാരണവശാലും ദേവിമോൾ ആ പ്രൊജക്റ്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പേരിനുണ്ടായ ശത്രുതയല്ലേ. ഗിരീഷ് മോന് പോലും ദേവിയോട് അല്പം വിരോധമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും അവരുടെ പാർട്ടിക്കാർ ഈ പ്രൊജക്റ്റ് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അതേസമയം നന്ദനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ബോധം വരുമ്പോഴത്തേക്കും തലേ ദിവസം കണ്ട ആ ഒരു കാഴ്ച തൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നില്ല. അതായത് ഋഷി കൺമുന്നിൽ നേരിട്ട് വന്നിരിക്കുന്നു. ഒരു കാരണവശാലും തൻ്റെ കയ്യിൽ നിന്നും നന്ദൻ രക്ഷപ്പെടില്ലെന്നും നന്ദനോടുള്ള പ്രതികാരം വീട്ടാതെ തൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നുള്ള രൂപത്തിൽ ഋഷി പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു സങ്കടം പറയാൻ ഇസബെല്ലയാണ് വിളിക്കുന്നത്. ദേവി അടുത്ത് നിൽക്കവേ പോലും ദേവിയോട് സങ്കടങ്ങളോ രഹസ്യങ്ങളോ ഒന്നും തുറന്നു പറയുന്നില്ല. എല്ലാം ഇസബെല്ലയോട് മാത്രം പറയുന്നത് കേട്ടിട്ട് ദേവിക്കാണെങ്കിൽ ചില സംശയങ്ങളും തോന്നുന്നുണ്ട്. എന്നാൽ അവർ സംസാരിക്കുന്നത് മൊത്തത്തിൽ കേട്ടില്ല എങ്കിലും ഇസബെല്ലയോടാണ് വിളിച്ചത്, ഇസബെല്ലയോടാണ് ഇത്രയും നേരം സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ദേവിയാണെങ്കിൽ ഇസബെല്ലയും നന്ദനും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നതുമില്ല. ഇസബെല്ല പറയുന്നു നന്ദൻ എന്തായാലും വിഷമിക്കേണ്ട, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന്. അതല്ല ഇസബെല്ല, ഇന്നലെ കണ്ട കാഴ്ച എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നില്ല. ഞാൻ അവനെ നേരിട്ട് കണ്ടു. അവൻ ജീവനോടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നന്ദനാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി ഇസബെല്ലയെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുന്നു. അതേസമയം ദേവി വന്ന് ചോദിക്കുന്നു നന്ദൻ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ ഇസബെല്ലയെ കാണാൻ വേണ്ടിയിട്ട് പോവുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു അർജൻറ്റ് കാര്യം സംസാരിക്കാനാണെന്ന് പറയുമ്പം നന്ദൻ ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട, എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നന്ദൻ ഇന്നലെ വന്നത് ഏത് കോലത്തിനാണെന്ന് അറിയാമോ? മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലേ. വേണ്ടാത്ത കൂട്ടുകെട്ടും അതുപോലെ വേണ്ടാത്ത കുറേ സ്വഭാവങ്ങളും ഇപ്പം എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കണ്ട. എന്തായാലും ഞാൻ നന്ദനിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ദേവി നീ എന്തൊക്കെയാണ് പറയുന്നത്? മനുഷ്യനാണെങ്കിൽ 100 കൂട്ടം സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഓരോ വർത്താനം എന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ പോകാനൊരുങ്ങുമ്പം അത് തടയുന്നുണ്ട് ദേവി. അതിൻ്റെ പേരിൽ നന്ദനും ദേവിയും തമ്മിൽ ഇത്തിരി ഉടക്കിലാകുന്നു. അത് കേട്ടുകൊണ്ട് വരുന്ന പ്രഭാവതിക്കാണെങ്കിൽ അവർ തങ്ങളിൽ വഴക്കുണ്ടാകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല.
വർഷങ്ങൾക്ക് ശേഷം ഉറ്റ സുഹൃത്തുക്കൾ നന്ദനെ കാണാൻ വന്നത് നല്ല ഉദ്ദേശത്തോടൊന്നുമല്ല. ദേവിക MLA ആയതിൻ്റെ പേരിനും പഴയ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഋഷിയുടെ എല്ലാ പ്ലാനിങ്ങും നടപ്പാക്കാൻ പറ്റിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഋഷിയും അവരോടൊപ്പം ചേരുന്നുണ്ട്. ദേവികയും പ്രഭാവതിയും തകർക്കാൻ വേണ്ടി പല മാർഗങ്ങളും അമ്മയും അതുപോലെ ഋഷിയും നടപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും അത്ര വിജയിച്ചില്ല എന്ന് തന്നെ പറയാം. എന്നാൽ എസബല്ലയും കെവിനോട് കൂടി ചേർന്നുകൊണ്ട് ചന്ദ്രോത്ത് വീട് തകർക്കാനുള്ള ഋഷിയുടെ ഈ ഒരു പ്രതികാരം വിജയം കാണുന്ന ഈ സാഹചര്യത്തിൽ താൻ ഇണിയിപ്പിച്ച് നടത്തിയ ഒരു വ്യക്തി തന്നെ തൻ്റെ ജീവിതം തകർക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുന്ന ദേവിയുടെ നിലപാട് എന്തായിരിക്കും? കാത്തിരിക്കാം.